ടു ഇന്നാണ് കേട്ടോ നമ്മളെല്ലാവരും നേത്രാവതി പീക്ക് ട്രെക്ക് ചെയ്യുന്ന ദിവസം. രാവിലെ തന്നെ ട്രെക്കിങ്ങിന് പോകാനായിട്ട് നമ്മുടെ ടീംസ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ബേസ് ക്യാമ്പിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. നേത്രാവതി ട്രെക്കിങ്ങിൽ നമുക്ക് ഗൈഡ് മസ്റ്റ് ആണ് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പെർമിഷനും വേണം. എല്ലാവരുടെ ബുക്കിംഗ് ഡീറ്റെയിൽസും പേരും അഡ്രസ്സും ഒക്കെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി കാലാവസ്ഥ. നമ്മൾ ഈ നടന്നു പോകുന്ന വനമേഖലൊക്കെ തന്നെ ബെൽത്തങ്ങാടി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് കേട്ടോ വരുന്നത്. പീക്ക് വരെ എത്താനായിട്ട് നമുക്ക് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഉണ്ട്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാം. അവിടെ നിന്ന് തന്നെ നമുക്ക് വേണ്ട വെള്ളങ്ങളൊക്കെ ശേഖരിക്കാം. കയ്യിലുള്ള നട്ട്സും ചോക്ലേറ്റും ഒക്കെ നമുക്ക് കഴിക്കാം. ഈ ഒരു വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പ്രകൃതിയെ ഏറ്റവും തൊട്ടിറങ്ങിയോണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹൈക്കിംഗ് ചെയ്യുന്നത്. ഒരു 3 കിലോമീറ്റർ ഒക്കെ നമ്മൾ നടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഭയങ്കരമായിട്ടും ചേഞ്ച് ആവും. പഴയ വിൻഡോസിന്റെ വാൾപിക്ചറിലൊക്കെ നമ്മൾ കണ്ടുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ മലഞ്ചെരിവില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെ മലഞ്ചെരിവുകളാണ് നമ്മുടെ ചുറ്റിനും. ട്രക്ക് ചെയ്ത് എത്രത്തോളം ക്ഷീണിക്കുന്നുണ്ടോ അതിനെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് മാറ്റാൻ കഴിയുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ ചുറ്റിനും. വേണ്ട ഇങ്ങനത്തെ കുറച്ച് വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ട്രെക്കിനെ നല്ല അഡ്വഞ്ചർ ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് മുഖമൊക്കെ കഴുകി നമ്മൾ വീണ്ടും മല കയറാനായിട്ട് തുടങ്ങും. ഇവിടുന്ന് ഇനി ഒരു 2 കിലോമീറ്റർ നമുക്ക് അത്യാവശ്യം മല കയറാനായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 3.5 മണിക്കൂർ ട്രെക്ക് ചെയ്തിട്ട് നമ്മൾ നേത്രാവതി പീക്കിന്റെ മുകളിലെത്തി. ഒരു 5000 ഫീറ്റ് ഉയരത്തി നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും താഴെ നിന്ന് കൊണ്ടിരുന്ന ലഞ്ച് ഈ ഒരു വ്യൂ നോക്കിയിരുന്ന് കഴിച്ചു. ആളുകൾക്ക് നമ്മളെ കാണാനായിട്ടല്ല, നമുക്ക് ഈ ലോകം കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ മലകളൊക്കെ കയറുന്നത്.